أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله وكفى وسلام على عباده الذين اصطفى ما بعد അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സന്തോഷവും സമാധാനവും റാഹത്തും നൽകട്ടെ. ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റി തരട്ടെ. ദുആ വസിയത്ത് ചെയ്ത ധാരാളം സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. അല്ലാഹുവേ, എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നീ സഫലമാക്കണേ അല്ലാഹ്. ആവശ്യങ്ങളെ നീ പൂർത്തീകരിക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിൽ 25-ാമത്തെ ഇസ്മാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 24 ഇസ്മുകൾ, അതിൻ്റെ അർത്ഥങ്ങൾ, അതിൻ്റെ മഹത്വങ്ങൾ, അതിൻ്റെ അമലുകൾ കഴിഞ്ഞ 24 ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്തു. ഇൻഷാ അല്ലാഹ് ഇന്ന് 25-ാമത്തെ ക്ലാസ് 25-ാമത്തെ ഇസ്മിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുകയാണ്. 25-ാമത്തെ ഇസ്മ മുഇസ് എന്നാണ്. യാ മുഇസ്സു യാ അല്ലാഹ്. അള്ളാഹുവിൻ്റെ ഇസ്മുകളൊക്കെ ജലാലിയത്തിൻ്റെ ഇസ്മ ചേർത്ത് നമ്മൾ പറയണം. യാ മുഇസ്സു യാ അല്ലാഹ് എന്നുള്ളതാണ് 25-ാമത്തെ ഇസ്മ. മുഇസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്സത്ത് നൽകുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹുവെ, ഞങ്ങളെ ഇസ്സത്തിലാക്കണേ അല്ലാഹ്. നമ്മൾ ദുആ ചെയ്യാറുണ്ട്, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വ അദില്ല ശിർക വൽ മുശ്രിക്കീൻ. ഇസ്ലാമിനെ ഇസ്സത്തിലാക്കണേ അല്ലാഹ് നമ്മൾ ദുആ ചെയ്യാറുണ്ട്. അപ്പോൾ ഇസ്സത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതാപത്തിലാക്കുക, അഭിമാനത്തിലാക്കുക എന്നൊക്കെയാണ് അർത്ഥം. മുഇസ് എന്നുള്ള ഇസ്മിൻ്റെ അദദ് വരുന്നത് മീം 40, ഐന് 70, സായ് 7, ടോട്ടൽ 117 മുഇസ് എന്നുള്ള ഇസ്മിൻ്റെ അദദ് വരുന്നത്. അബ്ദുൽ മുഇസ് എന്ന് നമുക്ക് കുട്ടികൾക്കൊക്കെ പേരിടാൻ പറ്റും. അള്ളാഹുവിൻ്റെ ഇസ്മുകൾ ചേർത്ത് നമ്മൾ പേരിടുമ്പോൾ അള്ളാഹുവിൻ്റെ ഇസ്മുകൾ മാത്രം ഇടരുത്. സലാം എന്ന് മാത്രം ഇടരുത്, അല്ലെങ്കിൽ ഖുദ്ദൂസ് എന്ന് മാത്രം ഇടരുത്, റഹ്മാൻ എന്ന് മാത്രം ഇടരുത്. അങ്ങനെ ഇടുകയും അരുത്. അബ്ദ് ചേർത്തി അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഇസ്മുകൾ മാത്രം നമ്മൾ വിളിക്കരുത്. റഹ്മാനെ, റഹീമേ, സലാമേ എന്ന് നമ്മൾ വിളിക്കരുത്. നമ്മൾ വിളിക്കേണ്ടത് അബ്ദുസലാമേ, അബ്ദുറഹ്മാനെ, അബ്ദുറഹീമേ എന്നാണ് നമ്മൾ വിളിക്കേണ്ടത്. എന്നതുപോലെ അബ്ദുൽ മുഇസ്, മുഇസ്സായ അള്ളാഹുവിൻ്റെ, അഭിമാനം നൽകുന്ന അള്ളാഹുവിൻ്റെ അടിമ എന്ന് നമ്മുടെ മക്കൾക്കൊക്കെ പേരിടാൻ നല്ല പേരാണ് അബ്ദുൽ മുഇസ്. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദൂഹു ബിഹാ. അള്ളാഹുവിന് ഒരുപാട് നാമങ്ങളുണ്ട്. ആ നാമങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഇസ്മുകളെ മുൻനിർത്തിക്കൊണ്ട് ദുആ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. പല രൂപത്തിലും നമുക്ക് അള്ളാഹുവിൻ്റെ ഇസ്മുകൾ ഉപയോഗിക്കാൻ പറ്റും. ഒന്നാമത്തെ ഒരു രൂപം എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ എന്താണോ ചോദിക്കുന്നത് അതിനോട് യോജിച്ച ഇസ്മുകളെ ആ ചോദ്യത്തിൻ്റെ, ആ ദുആഇൻ്റെ തുടക്കത്തിലും ഒടുക്കത്തിലും കൊണ്ടുവരിക എന്നുള്ളതാണ്. മറ്റൊരു രൂപം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച ഇസ്മുകളെ അധികരിപ്പിക്കുക എന്നുള്ളതാണ്. ഇവിടെ മുഇസ് എന്നുള്ള ഇസ്മ അഭിമാനം നൽകുന്നവൻ, പ്രതാപത്തിലാക്കുന്നവൻ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുന്നു, നമുക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ, നമുക്ക് അഭിമാനം ലഭിക്കാൻ, നമുക്ക് ആളുകൾക്കിടയിൽ നിലവാരമുണ്ടാകാൻ, നമ്മൾ വഷളാകാതിരിക്കാൻ, നമ്മൾ നിന്ദ്യരാകാതിരിക്കാൻ, ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ മുഇസ് എന്നുള്ള ഇസ്മിനെ നമുക്ക് അധികരിപ്പിക്കാവുന്നതാണ്. 1-2 അമലുകൾ നമ്മൾ പതിവ് പോലെ പഠിക്കുകയാണ്. ഒന്നാമത്തെ അമൽ എന്നുള്ളത് 40 തവണ വെള്ളിയാഴ്ച രാവിലും തിങ്കളാഴ്ച രാവിലും യാ മുഇസ്സു യാ അല്ലാഹ് എന്ന് നമ്മൾ ചൊല്ലി വന്നു കഴിഞ്ഞാൽ, തിങ്കളാഴ്ച രാവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യൗമുൽ ഇസ്നൈനി ഫീഹി ഉലിത്തു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിവസമാണ്. അതുപോലെ വെള്ളിയാഴ്ച രാവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സയ്യിദുൽ അയ്യാമാണ്, ദിവസങ്ങളുടെ നേതാവാണ്. വളരെ മഹത്വമുള്ള 2 രാവുകളാണ്. ഈ 2 രാവുകളിൽ യാ മുഇസ്സു യാ അല്ലാഹ്, യാ മുഇസ്സു യാ അല്ലാഹ്, യാ മുഇസ്സു യാ അല്ലാഹ് എന്നുള്ള ഇസ്മിനെ 40 തവണ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത ലഭിക്കുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. നല്ല ഈമാനോടെ, നല്ല തവക്കുലോടെ നമ്മൾ ചൊല്ലുക, നമ്മൾ പതിവാക്കുക. അള്ളാഹു നമുക്ക് റിസൾട്ട് നൽകും, യാതൊരു സംശയമില്ല. രണ്ടാമത്തെ ഒരു അമൽ എന്നുള്ളത്
നമ്മുടെ കുടുംബങ്ങളിൽ നമുക്ക് അഭിമാനം നിലനിൽക്കാൻ വേണ്ടി പല സഹോദരിമാരും പറയാറുണ്ടല്ലോ, കുടുംബത്തിലൊരു നിലയുമില്ല, കുടുംബത്തിലൊരു വിലയുമില്ല. ഭർത്താവ് പരിഹസിക്കുന്നു, അമ്മായിമ്മ പരിഹസിക്കുന്നു, നാത്തൂന്മാർ പരിഹസിക്കുന്നു, മൂത്തച്ചിമാർ, ഇളയച്ചിമാർ, എല്ലാവരുടെയും ഒരു പരിഹാസ കഥാപാത്രമാണ് ഞാനൊരു കോമാളിയാണ്, എനിക്കെവിടെയും ഒരു സ്ഥാനം കിട്ടുന്നില്ല, ആരും എനിക്ക് വില തരുന്നില്ല എന്നൊക്കെ പറയുന്ന സഹോദരിമാരില്ലേ. ഇൻഷാ അല്ലാഹ് കുടുംബത്തിൽ നല്ല നില ഉണ്ടാകാൻ വേണ്ടി, എല്ലാവരും ബഹുമാനിക്കാൻ വേണ്ടി, എല്ലാവരും ഒരു പ്രത്യേകമായ ആദരവ് നിനക്ക് നൽകാൻ വേണ്ടി, ആളുകൾക്കിടയിൽ വഷളാകാതിരിക്കാൻ വേണ്ടി യാ മുഈസ് യാ അല്ലാഹ് എന്നുള്ള ഇസ്മിനെ 5 നേരം നമ്മൾ നമസ്കരിക്കുമല്ലോ. 5 നേരം നമസ്കാര ശേഷം യാ മുഈസ് യാ അല്ലാഹ്, യാ മുഈസ് യാ അല്ലാഹ്, യാ മുഈസ് യാ അല്ലാഹ് എന്ന് നമ്മൾ പതിവാക്കുക എന്നുള്ളതാണ്. അങ്ങനെ പതിവാക്കി കഴിഞ്ഞാൽ കുടുംബത്തിൽ എത്ര അംഗങ്ങളുണ്ടെങ്കിലും അവർക്കിടയിൽ വഷളാകാതെ എപ്പോഴും ഒരു അഭിമാനവും ഒരു മാന്യതയും ഒരു ഇസ്സത്തും ഒരു പ്രതാപവും അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നൽകുമെന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരട്ടെ. നമ്മുടെയൊക്കെ കുടുംബങ്ങൾക്കിടയിൽ അല്ലാഹു സ്നേഹവും ഐക്യവും നിലനിർത്തി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്നാമത്തെ ഒരു അമൽ എന്നുള്ളത് മുഈസ് എന്നുള്ള ഇസ്മിനെ 117 തവണ മഗ്രിബിക്ക് ശേഷവും സുബ്ഹിക്ക് ശേഷവും നമ്മൾ പതിവാക്കിയാൽ നമ്മൾ വഷളാകില്ല എന്നുള്ളതാണ്. നമ്മളൊരു തെറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു ന്യൂനത ഉണ്ടായി എന്ന് വിചാരിക്കാം. അത് മറ്റുള്ള ആളുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ, ഭർത്താവ് അറിഞ്ഞു കഴിഞ്ഞാൽ, ഭാര്യ അറിഞ്ഞു കഴിഞ്ഞാൽ, കുടുംബങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ, സമൂഹം അറിഞ്ഞു കഴിഞ്ഞാൽ, ജോലിസ്ഥലത്തുള്ള ഉദ്യോഗസ്ഥരും മേലുദ്യോഗസ്ഥരും മറ്റും അറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ ഓർത്ത് ടെൻഷൻ അടിക്കുന്ന ആളുകളുണ്ടാകും. തെറ്റുകൾ അത് സംഭവിക്കാൻ മനുഷ്യ സഹജമാണ്. മനുഷ്യരിൽ നിന്ന് തെറ്റ് സംഭവിക്കും. മനുഷ്യർക്ക് അല്ലാഹു ഇസ്മത്ത് നൽകിയിട്ടില്ല. പാപസുരക്ഷിതത്വം പ്രവാചകന്മാർക്ക് മാത്രമാണ് നൽകിയത്. അപ്പോൾ തെറ്റ് ചെയ്താൽ അതിൽ നമുക്ക് പശ്ചാത്താപം, കുറ്റബോധം ഉണ്ടാകണമെന്ന് മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരാൻ. എന്നാൽ നമ്മൾ ചെയ്ത തെറ്റ് മറ്റുള്ളവരറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ കുടുംബജീവിതം തന്നെ തകർന്നു പോകും, അല്ലെങ്കിൽ നമ്മുടെ ജോലി നഷ്ടപ്പെടും. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മുടെ ഭാഗത്തു നിന്ന് വന്ന ഒരു തെറ്റ് കാരണം, ഒരു ന്യൂനത കാരണം, ഒരു കുറവ് കാരണം, ഒരു പോരായ്മ കാരണം മറ്റുള്ളവരതറിഞ്ഞ് നമ്മൾ വഷളാകാതിരിക്കാൻ സുബഹിക്ക് ശേഷവും മഗ്രിബിക്ക് ശേഷവും യാ മുഈസ് യാ അല്ലാഹ്, യാ മുഈസ് യാ അല്ലാഹ്, യാ മുഈസ് യാ അല്ലാഹ് എന്ന് നമ്മൾ പതിവാക്കുക 117 തവണ എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തു തരട്ടെ. അല്ലാഹു നമ്മുടെ ഇസ്സത്തിനെ നിലനിർത്തട്ടെ. എന്നും സമൂഹത്തിലും കുടുംബത്തിലും ഈ ജനങ്ങൾക്കിടയിലും അല്ലാഹു നമ്മുടെ അഭിമാനത്തെ നിലനിർത്തട്ടെ. പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ഇസ്സത്തിനെ അല്ലാഹു നിലനിർത്തട്ടെ. മുഈസ് എന്നുള്ള ഇസ്മിൻ്റെ ഒരുപാട് അമലുകൾ ഇനിയും നമുക്ക് പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റു വീഡിയോകളിൽ നമ്മൾ സംസാരിക്കും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.